പറഞ്ഞല്ലോ ലാറ്റിസ് ആണ് പഠിക്കാനുള്ളത്. അപ്പം ലാറ്റിസിനകത്ത് നോക്കിയേ, വാട്ട് ഈസ് എ ലാറ്റിസ്? ലാറ്റിസ് ഇസ് എ പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ഓർ പോസെറ്റ് ഇൻ വിച്ച് എവറി സബ്സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ പെയർ ഓഫ് എലമെൻറ്റ്സ് ഹാസ് എ ലോവസ്റ്റ് അപ്പർ ബൗണ്ട് ആൻഡ് എ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. അതായത് സിംപ്ലി ഇത്രയേ ഉള്ളൂ. ലാറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു പോസെറ്റ്. ഫോർ എക്സാമ്പിൾ, ലാറ്റിസിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു പോസെറ്റിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ പോസെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദേ ഇങ്ങനെയല്ലായിരുന്നോ? അന്നേരം ഈ പീൻ്റെ സ്ഥാനത്ത് ലാറ്റിസ് ആകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു? ലാറ്റിസിൻ്റെ റെപ്രസെൻറ്റേഷനായി എല്ല് കൊടുക്കുന്നു. സോ അന്നേരം അതാണ് ലാറ്റിസ് എന്ന് വിചാരിക്കുക. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ലാറ്റിസ് ഇസ് എ പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ഓർ പോസെറ്റ്. അതൊരു പോസെറ്റ് ആണ് ഇൻ വിച്ച് എവറി സബ്സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് പെയർ ഓഫ് എലമെൻറ്റ്സ്. ഈ ഒരു പോസെറ്റിനകത്തു നിന്ന് നമ്മളൊരു സബ്സെറ്റ് എടുക്കുക. അതിനകത്ത് അതായത് ഒരു എന്താ പറയുക, അതിനകത്തുനിന്ന് ഒരു ചെറിയ സെറ്റ് എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം പോസെറ്റ് എന്ന് പറയുന്നത് 1 2 3 4 ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് ഞാനൊരു സബ്സെറ്റ് എടുക്കുന്നു 2 3 കൺസിസ്റ്റിംഗ് ഓഫ് പെയർ ഓഫ് എലമെൻറ്റ്സ് എന്ന് എടുത്തേക്കുന്നത്. ഒരു പെയർ എലമെൻറ്റ്സിനെ എടുത്തേക്കുന്നത്, 2 എലമെൻറ്റ്സ് പെയർ ഓഫ് എലമെൻറ്റ്സിനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 2 3 4 നിന്ന് നമ്മൾ എന്തെടുത്തിരിക്കുന്നു? 2 3 എടുത്തിരിക്കുന്നു. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു എന്തുണ്ടായിരിക്കണം? ലോവസ്റ്റ് അപ്പർ ബൗണ്ടും ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും. ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നല്ലോ LUBയും GLBയുടെയും കാര്യം പറഞ്ഞു തന്നില്ലേ. സോ ഈ LUBയും GLB ഉണ്ടായിരിക്കണം. ഇത് ഏതിനൊക്കെ ഉണ്ടായിരിക്കണം? എല്ലാ സബ്സെറ്റിനും. അതായത് ഇൻ വിച്ച് എവറി സബ്സെറ്റ് കൺസിസ്റ്റ് ഓഫ്, അതായത് ഇതിനകത്തുനിന്ന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ സബ്സെറ്റ് എടുത്തിട്ട് നോക്കിയാലും അതിനെ എന്തും ഉണ്ടായിരിക്കണം? LUBയും GLBയും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ, അങ്ങനെയുള്ളൊരു പോസെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാറ്റിസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് GLB LUBയും റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്. അപ്പം LUB എന്തായിരുന്നു? ലോവസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പം 2 ലെറ്റേഴ്സിന് AU ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ എഴുതിയതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? LUBനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി GLB ആകുമ്പോൾ എങ്ങനെയായിരുന്നു? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. അപ്പോൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ 2 റെപ്രസെൻറ്റേഷൻസ്. സോ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലാറ്റിസ് സെൽ ഈസ് എൻ ഓൾജിബ്രിക് സിസ്റ്റം വിത്ത് ബൈനറി ഓപ്പറേഷൻസ് ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ. ഓക്കെ, ഒരു ഓൾജിബ്രിക് സിസ്റ്റം ആണെങ്കിൽ, ഒരു ഓൾജിബ്രിക് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 2 ഓപ്പറേഷൻസ് ഉണ്ട്, ജോയിൻ ആൻഡ് മീറ്റ്. ഓക്കെ, അന്നേരം ആ ഓപ്പറേഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു പോസെറ്റാണ് ലാറ്റിസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഒരു ഹസി ഡയഗ്രാം തന്നിട്ട് അത് ലാറ്റിസ് ആണോ അല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് വരും. അത് ഞാൻ ആഫ്റ്റർ തിയറി പറഞ്ഞതിന് ശേഷം പ്രോബ്ലംസ് പറയാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ലാറ്റിസ്. അപ്പം ലാറ്റിസിന് കുറേ പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് പേരൊക്കെ ഓർത്തിരുന്നാൽ മതി. അതായത് ഈ പ്രോപ്പർട്ടീസ് എല്ലാം ലാറ്റിസിന് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഓർത്താൽ മതി. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പ്രോബ്ലം പറയുമ്പോൾ പറയാം. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാറ്റിസ് ഉണ്ട്. ഫസ്റ്റ് ലാറ്റിസ് എന്ന് പറയുന്നതാണ് ഡ്യുവൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ഡ്യുവൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് സിമ്പിളാണ്. നമ്മൾ ഒരു ലാറ്റിസ് റെപ്രസെൻറ്റ് ചെയ്യുമ്പം ഈ 2 സിമ്പിൾ ഉണ്ടാകുമെന്ന് പറയത്തില്ലേ, ഈ 2 സിമ്പിളിന്, അതായത് ഈ 2 മീറ്റിനെയും ജോയിനെ അങ്ങ് തിരിച്ചെഴുതുക. ഇതുള്ളിടത്തെല്ലാം ഇത് ചെയ്യുക, ഇതുള്ളിടത്തെല്ലാം ഇത് ചെയ്യുക. സോ അന്നേരം ഇതാണ് നമ്മളുടെ ഒറിജിനൽ ലാറ്റിസ്. ആ ലാറ്റിസിനെ നേരെ തിരിച്ച് ഡ്യുവലായിട്ട് വരയ്ക്കുന്നത് കണ്ടോ, നേരെ തിരിച്ച് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഡ്യുവൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവത്തിനെ കണ്ടോ തിരിച്ച് വരച്ച് വെച്ചേക്കുമല്ലേ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡ്യുവൽ ലാറ്റിസ്. ഇനി വരുന്നതാണ് കംപ്ലീറ്റ് ലാറ്റിസ്. സോ കംപ്ലീറ്റ് ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലാറ്റിസ് സെൽ ഈസ് സെഡ് ടു ബി കംപ്ലീറ്റ് ഇഫ് എവറി നോൺ എംപ്റ്റി സബ്സെറ്റ് ഹാസ് എ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആൻഡ് എ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. എന്താണ് നമ്മളൊരു ലാറ്റിസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ലാറ്റിസ് എന്ന് പറഞ്ഞാൽ എല്ലാ സബ്സെറ്റിനും എന്തുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇത് തന്നെയാണ് കംപ്ലീറ്റ് ലാറ്റിസിൻ്റെ അർത്ഥം. നമ്മളൊരു ലാറ്റിസിനെ എപ്പം കംപ്ലീറ്റ് ആണെന്ന് പറയുന്നത് എന്താ? അതിൻ്റെ ഏതെങ്കിലും ഒരു നോൺ എംപ്റ്റി അല്ലാത്ത ഏത് സബ്സെറ്റ് എടുത്താലും അതിന് എന്തുണ്ടായിരിക്കണം? ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സബ് ലാറ്റിസ് ആണ് നെക്സ്റ്റ്. സബ് ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇതൊരു ലാറ്റിസ് ആണെന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്നൊരു ലാറ്റിസ് ആണെന്ന് വിചാരിക്കുക.
വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു സബ്സെറ്റാണെന്ന് വിചാരിക്കുക. എക്സ് ഒരു ലാറ്റിസ് ആണെന്ന് നമുക്കറിയാം, വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലാറ്റിസ് അല്ലെങ്കിൽ സബ് ലാറ്റിസ് ആണെന്ന് നമുക്ക് പറയാം. അതായത് എന്തെന്ന് പറയാം, വൈ ഈസ് എ സബ് ലാറ്റിസ് ഓഫ് എക്സ്. എന്താണ്? എക്സ് എന്ന് പറയുന്ന ഒരു ലാറ്റിസ് ആണ്. അങ്ങനെ ആകുമ്പം വൈ എന്ന് പറയുന്ന എക്സിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വൈ ഈസ് എ സബ് ലാറ്റിസ് ഓഫ് എക്സ്. ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് വൈ ഈസ് ക്ലോസ്ഡ് അണ്ടർ ദ ബൈനറി ഓപ്പറേഷൻ GLB ആൻഡ് LUB. അതായത് നമ്മൾ ഗ്രേറ്റസ്റ്റ് LUBയും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും കണ്ടുപിടിക്കുമ്പോൾ അതിന് കുറേ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ, അത് ചെയ്യുമ്പം ഏത് ചെയ്താലും വൈക്ക് അത് കിട്ടിയിരിക്കണം. മീൻസ് ഡീറ്റെയിൽ ആയിട്ട് അത്രയും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് പ്രോബ്ലം വരുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. അതായത് സബ്ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് പറഞ്ഞിരിക്കുന്നത് സബ്ലാറ്റിസിനെ പറ്റി? എക്സ് എന്ന് പറയുന്നത് ഒരു ലാറ്റിസ് ആണെങ്കിൽ അതിൻ്റെ സബ്സെറ്റായ വൈ എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ ഒരു സബ്ലാറ്റിസ് ആയിരിക്കും. അത്ര ഓർത്താൽ മതി. സോ നെക്സ്റ്റ് ഇനി വേറെ കുറച്ച് ടൈപ്സ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നാണ് ചോദിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്, ബൗണ്ടഡ് ലാറ്റിസ് ആൻഡ് കോംപ്ലിമെൻറ്റഡ് ലാറ്റിസ്. ഫസ്റ്റ് വൺ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. ഓക്കെ, സോ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസിനകത്ത് എന്താ പറയുന്നത്? എ ലാറ്റിസ് എക്സ് GLB LUB ഈസ് സെഡ് ടു ബി ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ഇഫ് ദ ബൈനറി ഓപ്പറേഷൻസ് GLB ആൻഡ് LUB ഹോൾഡ്സ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ഫോർ എനി എക്സ് വൈ ആൻഡ് Z എലമെൻറ്റ് ഓഫ് എക്സ്. അതായത് ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്ന് പറയുമ്പം എക്സ് എന്ന് പറയുന്നത് ഒരു ലാറ്റിസ് ആണെന്ന് വിചാരിച്ചു. അതിനെ നമ്മൾ എപ്പോഴാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ അത് ഫോളോ ചെയ്യണം. അതായത് എക്സ് എന്ന് പറയുന്നതാണ് ഒരു ലാറ്റിസ്. അതിൻ്റെ 3 എലമെൻറ്റ്സ് ആണ് XYZ എന്ന് പറയുന്നത്. XYZ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എക്സ്. സോ അങ്ങനെയാണ്. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ആണെന്ന് പറയണമെങ്കിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകണം? നോക്കിയേ, GLB ഓഫ് എക്സ് LUB ഓഫ് Y, Z ഈക്വൽ ടു, അതായത് ഇവിടെ എന്താ GLB ഓഫ് 3 എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സും വൈ ഇസഡും. എന്നിട്ട് എന്തായിരിക്കുന്നത്? GLB ഓഫ് എക്സ് LUB ഓഫ് വൈ Z ഈസ് ഈക്വൽ ടു LUB ഓഫ്, നേരെ തിരിച്ച് എഴുതിയേക്കുക, GLB ഓഫ് എക്സ് വൈ GLB ഓഫ് എക്സ് ഇസഡ്. ഇതൊരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ എഴുതിയെടുക്കുക. GLB ഓഫ് എക്സ് LUB ഓഫ് വൈ Z ഈസ് ഈക്വൽ ടു എന്താണ്? LUB ഓഫ് GLB ഓഫ് എക്സ് വൈ GLB ഓഫ് എക്സ് ഇസഡ്. ഇതേ കാര്യത്തിനെ തന്നെ തിരിച്ചെഴുതിയത് കണ്ടോ? അതായത് ഇവിടെ GLBയുടെ സ്ഥാനത്ത് LUB എഴുതി, ബ്രാക്കറ്റിൽ എക്സ് LUBക്ക് പകരം GLB എഴുതി, ഇസ് ഈക്വൽ ടു GLB ഓഫ് LUB ഓഫ് എക്സ് വൈ LUB ഓഫ് എക്സ് ഇസഡ്. സോ ഇതിനെ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ലാറ്റിസ് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സെഡ് ടു ബി എ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. ഓക്കെ, അന്നേരം ലാറ്റിസ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ഇഫ് ഡിസ്ട്രിബ്യൂട്ടീവ് ഈക്വാലിറ്റി മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ബൈ ഓൾ. ദാറ്റ് ഇവിടെ എന്താ ഫോളോ ചെയ്തേക്കുന്നത്? നമ്മളുടെ ഏത് പ്രോപ്പർട്ടിയാണ് ഫോളോ ചെയ്തേക്കുന്നത്? നോക്കിയേ, ഡിസ്ട്രിബ്യൂട്ടിവിറ്റിയാണ് ഫോളോ ചെയ്തേക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടിവിറ്റി എന്താ പറയുന്നത്? ഇതല്ലേ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി. 3 വാല്യൂസ് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു എന്താണ്? A ആൻഡ് B ഓർ ഇതല്ലേ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതല്ലേ അവിടെയും ചെയ്തേക്കുന്നത്. ഒരെണ്ണത്തിൻ്റെ GLB എടുത്തിട്ട് ബ്രാക്കറ്റിൽ 2 എണ്ണം ഒരുമിച്ച് എഴുതി അതിനിങ്ങനെയല്ല എഴുതിയേക്കുന്നത്. ഇതേ രീതിയിൽ GLB LUBയും വെച്ചല്ലേ എഴുതിയേക്കുന്നത്. സോ അന്നേരം ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഫോളോ ചെയ്യുന്ന ലാറ്റിസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇനി നോക്കാനുള്ള കുറച്ച് കാര്യം എന്ന് പറയുമ്പോൾ ഒരു ഹസി ഡയഗ്രാം തന്നിട്ട് അത് ലാറ്റിസ് ആണോ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ നോക്കിയേ, ആദ്യം എന്ത് എഴുതിയേക്കുന്നത്? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതല്ലേ. ആദ്യം GLB ഓഫ് എക്സ് LUB ഓഫ് വൈ Z. സോ ഇവിടെ എന്താ? ലാറ്റിസ് ഷോൺ ഫിഗർ ഈസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ബിക്കോസ് ഇഫ് യു ടേക്ക് ദ എലമെൻറ്റ്സ്, ഏതൊക്കെ എലമെൻറ്റ്സ് എടുത്തേക്കുന്നത്? ആൽഫ ബീറ്റ, നെക്സ്റ്റ് എന്താണ്? ഗാമ. സോ അത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താ? ഇപ്പം ആൽഫനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി വരും. സോ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
ഞാൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസിൻ്റെ ഇക്വേഷൻ മാത്രം ഓർത്ത് വെക്കുക. ഇതൊരു വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസമാണ്. സോ ഇത് ഓരോന്നായിട്ട് വേറെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നെക്സ്റ്റ് വൺ ഈസ് bounded lattice. A lattice X is X comma GLB comma LUB is said to be bounded if there exists a greatest element 1 and least element 0 in the lattice. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ബൗണ്ടഡ് ലാറ്റിസ് നോക്കുമ്പോൾ നമുക്ക് ആ ലാറ്റിസ് എപ്പോഴാണ് ബൗണ്ടഡ് ആണോ എന്നറിയുന്നത് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് ഏറ്റവും എന്താണ് അപ്പർ ബൗണ്ടിൽ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് 1ഉം അതേപോലെ ലീസ്റ്റ് എലമെൻറ്റ് 0 ഉണ്ടെന്ന് നോക്കുക. സോ അതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബൗണ്ടഡ് ലാറ്റിസ് എന്ന് പറയുന്നത്. ഇതും പ്രോബ്ലം വരുമ്പം മാത്രം പറഞ്ഞുതരാം. എല്ലാം പ്രോബ്ലത്തിൽ പറഞ്ഞുതരാം, അതായിരിക്കും എളുപ്പം. സോ നെക്സ്റ്റ് വൺ ഈസ് കോംപ്ലിമെൻറ്റഡ് ലാറ്റിസ്. ലാറ്റിസ് എക്സ് കോമ ജി എൽ ബി കോമ എൽ യു ബി is said to be complemented lattice if every element in the lattice has a complement. In other words, a bounded lattice with greatest element 1 and least element 0. Then for the elements x, y is element x, element y is said to be complement of x. എന്താണ് കണ്ടീഷൻ? എന്താണ്? ജി എൽ ബി ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഈ രണ്ട് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ആക്കണം. ഓക്കെ, അതായത് ലാറ്റിസ് എക്സ് കോമ ജി എൽ ബി കോമ LUB is said to be complemented lattice if every element in the lattice has a complement. ലാറ്റിസിലെ ഏത് എലമെൻറ്റ് എടുത്താലും എന്തുണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കോംപ്ലിമെൻറ്റ് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതനുസരിച്ചിട്ട് ഇവിടെ രണ്ട് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഏതാണ്? ജി എൽ ബി ഓഫ് എക്സ് കോമ വൈ ഇസിക്കൽ 0 ആൻഡ് LUB ഓഫ് എക്സ് കോമ വൈ ഇസിക്കൽ ടു 1. ഇവിടെ നോക്കിയത് കോംപ്ലിമെൻ്റ് അല്ലേ? അതായത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആയിരുന്നു കിട്ടേണ്ടത്, ഗ്രേറ്റസ്റ്റ് വാല്യൂ കിട്ടണ്ടേ. അവിടെ എന്താ കിട്ടിയേക്കുന്നത്? 0, അത് കിട്ടണം. അതുപോലെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് കിട്ടിയേക്കണ്ടേ. അതായത് കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് അവിടെ എന്താ കിട്ടേണ്ടത്? 0 ആയിരുന്നു കിട്ടേണ്ടത് ലീസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ. പക്ഷേ ഇവിടെ കിട്ടേണ്ടത് 1 ആണ്. സോ ഇതാണ് കോംപ്ലിമെൻറ്റഡ് ലാറ്റിസ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെ ലാറ്റിസസ് പറഞ്ഞു, ഇതിൻ്റെ പ്രോബ്ലംസ് പറയുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാകും. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാറ്റിസ്. എന്താണ് ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാറ്റിസ് എന്ന് പറയുന്നൊരു പോസെറ്റാണ്. അതിലെ ഏത് സബ്സെറ്റ് അല്ലെങ്കിൽ പെയർ ഓഫ് എലമെൻറ്റ്സ് എടുത്താലും അതിനൊരു ലോവസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്, അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ ഡ്യുവൽ ലാറ്റിസ് എന്ന് പറയുന്നത് എന്താണ്, നേരെ തിരിച്ച് വരച്ച് വെക്കുന്ന ഡ്യുവൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ. കംപ്ലീറ്റ് ലാറ്റിസ് എന്ന് പറയുന്നത് സെയിം ആസ് മറ്റ് എന്താണ് ലാറ്റിസിന് ഇത് തന്നെയാണ്. എല്ലാ നോൺ എംപ്റ്റി സബ്സെറ്റിനെയും ഒരു LUBയും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ലാറ്റിസ് എന്ന് പറയുന്നു. സബ് ലാറ്റിസ് എന്ന് പറയുന്നത് എക്സ് ഒരു ലാറ്റിസ് ആണെങ്കിൽ അതിൻ്റെ സബ്സെറ്റായ വൈയും ഒരു ലാറ്റിസ് ആയിരിക്കും. വൈ ഈസ് കോൾഡ് സബ് ലാറ്റിസ് ഓഫ് എക്സ്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു ഇക്വേഷൻ നമ്മൾ ഫോളോ ചെയ്യണം. ആ ഇക്വേഷൻ ഇട്ട് നോക്കിയിട്ട് വേണം കണ്ടുപിടിക്കാൻ. നെക്സ്റ്റ് ബൗണ്ടഡ് ലാറ്റിസ്. ബൗണ്ടഡ് ലാറ്റിസ് എന്ന് പറയുമ്പം അവിടെ ഒരു 1 അല്ലെങ്കിൽ 0 എന്നുള്ളൊരു എലമെൻറ്റ് അവിടെ കാണണം. 1 and 0 എന്നൊരു എലമെൻറ്റ് കാണണം. അത് പ്രോബ്ലം വരുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ കോംപ്ലിമെൻറ്റഡ് ലാറ്റിസിലും ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഇക്വേഷൻ ഫോളോ ചെയ്തിട്ട് വേണം അതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ. സോ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാറ്റിസ്. ഇതിൻ്റെ പ്രോബ്ലത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്താ പറയുന്നത്, ഡിറ്റർമൈൻ വെദർ ദ ഫോളോയിങ് ഹസി ഡയഗ്രം റെപ്രസെൻറ്റ് ലാറ്റിസ് ഓർ നോട്ട്. ഇതൊരു ലാറ്റിസ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. സോ ഇത് സിമ്പിളായിട്ടൊരു കാര്യമാണ്. നമ്മളിപ്പം ഇതെല്ലാം ഡയറക്റ്റ് കണക്റ്റഡ് ആണ്. ഇപ്പം ഇവിടെ നമുക്ക് കാണാം, ഇതിനകത്ത് കൃത്യമായിട്ടൊരു അപ്പർ എലമെൻറ്റും ഒരു ലോവർ എലമെൻറ്റും ഉണ്ട്. സോ അന്നേരം ഇവിടെ നോക്കി എങ്ങനെയൊക്കെ വരുമെന്ന് നമ്മൾ എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അതായത് എല്ലാ എലമെൻസിനും ഒരു ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും കണ്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ എലമെൻസിനും ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും കണ്ടുപിടിക്കണം. അതിന് വേണ്ടി ഒരു ബോക്സ് വരയ്ക്കണം. ആ ബോക്സിൽ എന്താ എഴുതണ്ടേ, ഈ സൈഡിൽ നമ്മുടെ എല്ലാ എലമെൻറ്റ്സ് എഴുതുക, ഇവിടെ എല്ലാ എലമെൻറ്റ്സും എഴുതുക. സോ ഇത് രണ്ടും കൂടെ നോക്കുവാണെങ്കിൽ, എയും കൂടെ നോക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, എ ഓർ എ. എയിൻ്റെയും എ എന്ന് പറയുന്ന എലമെൻറ്റ് ആ ഒരു പെയറിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, LUB കണ്ടുപിടിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. ഇത് നോക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, എ ഓർ ബി. അന്നേരം എയിൻ്റെയും ബിയിൻ്റെയും കൂടെ ഉള്ള LUB കണ്ടുപിടിക്കണം. ഇവിടെ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. നിങ്ങൾ എലമെൻസിനെ എടുക്കുക. ഇപ്പം എ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇപ്പം എ എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർ ബൗണ്ട് ആര് മാത്രമേ ഉള്ളൂ, എ എന്ന് പറയുമ്പം അതിൻ്റെ അപ്പർ ബൗണ്ട് ആര് മാത്രമേ ഉള്ളൂ, എ മാത്രമല്ലേ ഉള്ളൂ. സോ അന്നൊരു ആൻസർ എന്തേ വരത്തുള്ളൂ, എ വരത്തുള്ളൂ. എ ബി എടുത്തു. എ ബി എടുക്കുവാണെങ്കിൽ അതിൻ്റെ അപ്പർ ബൗണ്ട് ആയിട്ട് ആര് വരും, ഇതിനകത്ത് എ ബി കണക്റ്റഡ് ആണ്, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിനകത്ത് അപ്പർ ബൗണ്ട് മുകളിലുള്ളത് ആരാണ്, എ മാത്രമാണ്. സോ ലോവസ്റ്റ് അപ്പർ ബൗണ്ട് ഇനി കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എ തന്നെ എഴുതാൻ പറ്റും. നെക്സ്റ്റ് AC എടുത്തു. AC എടുക്കുമ്പോഴും അതിനകത്ത് അപ്പർ ബൗണ്ടായിട്ട് വരുന്നത് എ മാത്രമാണ്. സോ അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് എഴുതാൻ പറ്റും, എ എഴുതാൻ പറ്റും. AD എടുത്താലും ആ കേസ് തന്നെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, AE എടുത്തു. AE എന്ന് പറയുന്നത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാൻ പറ്റും,
അതിൻ്റെ അപ്പർ ബൗണ്ട്സ് നമുക്ക് എടുക്കാൻ പറ്റും. എ ഇ തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിയേ, എ ഇക്ക് അതായത് ഈ ഒരു കോമ്പിനേഷൻ എന്തെങ്കിലും മോളി വന്നിട്ടുണ്ടോ? ഇല്ല. അതായത് ഈ ബിയെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, അത് ലോവർ ബൗണ്ടാണ്, താഴെ ഇരിക്കുന്നത്. എ ഇ എന്ന് പറയുന്ന ആ ഒരു കണക്ഷന് മുകളിലോട്ട് ആരും വന്നിട്ടില്ല. അതിലാകെ ഒരു അപ്പർ ബൗണ്ടേ ഉള്ളത് ആരാണ്? എ ആണ്. എ ഇയിലൊരു അപ്പർ ബൗണ്ടേ ഉള്ളത് എ ആണ്. സോ അത് തന്നെ കൊടുത്തു. അതേപോലെ തന്നെയാണ് എ എഫ് എന്ന് പറയുന്നതും. സോ അതും ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈ എഴുതാൻ പറ്റത്തില്ല. എ എഫിൽ ഒരേ ഒരു അപ്പർ ബൗണ്ട് എ ആണ്. നെക്സ്റ്റ് എന്താണ്? ജി ആണ്. ഓക്കെ, ജി എയിലും കണ്ടോ ഈ ഒരു അതായത് ഞാൻ പറയുന്നത് ഇവിടെ എന്താ നോക്കിയേക്കുന്നത്, ഇതൊരു ലിങ്ക് ആണെന്ന് വിചാരിച്ചു. ഈ ഒരു ലിങ്കിന് മുകളിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അതിൻ്റെ മുകളിലോട്ടൊരു വാല്യൂ വന്നിട്ടില്ല. സോ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് അതിനൊരു അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാനില്ല. അവിടെ അപ്പർ ബൗണ്ടായിട്ട് ആര് മാത്രമേ എ ഉള്ളൂ. പിന്നെ ഒത്തിരി അപ്പർ ബൗണ്ട്സിനെ ഇപ്പം ഞാൻ പറയാണ്. നെക്സ്റ്റ് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഇ ജി. ഓക്കെ, ഇ ജി ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചോ. ഇ ജിയുടെ അപ്പർ ബൗണ്ട്സ് ആരൊക്കെയാണെന്ന് നോക്കിയേ. ഇ ജിൻ്റെ അപ്പർ ബൗണ്ട്സ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പർ ബൗണ്ട്സ് ഓഫ് ഇ ജി. സോ ഏതൊക്കെ വരും? ബി വരുമോ നോക്കാം. എസ്, ബി വരും. കാരണം ജിയുമായിട്ട് ഇയുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. സോ ബി വരും. അതേപോലെ എഫ് വരും. നെക്സ്റ്റ് അതേപോലെ സി വരും. എ വരും. സോറി, എഫ് വരില്ല, കാരണം ഇയിൽ നിന്ന് താഴോട്ടാണ് വരുന്നത്. അപ്പം എഫ് വരത്തില്ല. ബി വരും. സി വരുമോ നോക്കിയേ. ഓക്കെ, സി വരും. നെക്സ്റ്റ് എ വരുമോ? ഇയിൽ നിന്ന് മേലോട്ട് പോവും, ജിയിൽ നിന്ന് മേലോട്ട് പോവും. സോ എയും വരും. ഓക്കെ, ഡി വരത്തില്ല, കാരണം എന്താണ്? ഇയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് വരും, അതുകൊണ്ട് ഡിയും വരത്തില്ല. സോ ബി സി എ ആണ്. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഐ തിങ്ക് ബി സി എ ആണ്. ഇയിൽ നിന്ന് മുകളിലോട്ട് വരുന്നു, ഇതിൽ നിന്ന് മുകളിലോട്ട് വരുന്നു, ബി വരും. ഇയിൽ നിന്ന് ഇത് മുകളിലോട്ടാണ് പോകുന്നത്. സോ ജിയിൽ നിന്ന് മുകളിലോട്ടാണ്, സി വരും. അതേപോലെ എ എന്ന് പറയുന്നത് രണ്ടും മുകളിലോട്ടാണ് പോകുന്നത്, ബി സി എ. പിന്നെ ഈ ജിയിൽ വരുന്ന അപ്പർ ബൗണ്ട് ആരാണ്? ഇ ജിയിലെ ഏറ്റവും വലിയ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ഇ ആണ്. സോ ഇതിനകത്തെ ഏറ്റവും ലോവസ്റ്റ് അപ്പർ ബൗണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഇതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് അപ്പർ ബൗണ്ട് ആരാണ്? ഇ ആണ് അല്ലേ. ഏറ്റവും, അതായത് ബി സി എ ഇ ഓർത്ത് വെക്കുക. ഇതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്ന അപ്പർ ബൗണ്ട് താഴെ ആരാ? ബി സി എയുടെയും താഴെ വരുന്ന ആരാണ്? ഇ ആണ്. സോ അതുകൊണ്ടാണ് ഇ ജിയിൽ നമുക്ക് എത്ര കിട്ടിയേക്കുന്നത്? ഇ കിട്ടിയേക്കുന്നത്. നേരത്തെ എയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒന്നിന് നമ്മൾ ഇങ്ങനൊരു കേസ് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താ? അതിൻ്റെ അപ്പർ എ അവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ആ ഒരു ലിങ്കിന് അപ്പർ ബൗണ്ട്സ് ഒന്നും വരുന്നില്ല. ഇനിയിപ്പോൾ നോക്കി, നെക്സ്റ്റ് ജി എഫ് നോക്കാം. ജി എഫ്. ഓക്കെ, അത് എഫ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ലീസ്റ്റ് അപ്പർ ബൗണ്ടിൽ ആദ്യം നമ്മൾ എന്ത് എഴുതണം? ഇതുപോലെ അപ്പർ ബൗണ്ട് എഴുതണം. ജി എഫിൻ്റെ അപ്പർ ബൗണ്ട് എഴുതണം. നമുക്ക് ആദ്യം നോക്കാം. ഏത് നോക്കാം? ഇ നോക്കാം. ഇയുമായിട്ട് ഓക്കെ വരത്തില്ല, കാരണം എഫ് താഴോട്ട് വന്നാലേ കണക്റ്റ് ആവത്തുള്ളൂ. നെക്സ്റ്റ് സി നോക്കാം. ഓക്കെ, സി ക്യാൻ ബി കണക്റ്റഡ്. നെക്സ്റ്റ് ഡി നോക്കാം. ഡി കണക്ട് ചെയ്യാൻ പറ്റും. എ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സി ഡി എ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. സി ഡി എ. ബിയും ഇയും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം താഴോട്ട് വരണം, അതുകൊണ്ട് അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ജി എഫിൽ അപ്പർ ബൗണ്ട് ഏതാണ്? എഫ് ആണ്. സോ അന്നേരം എഫ് ഇതിനകത്ത് ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആരാ? സി ഡി. അതേപോലെ എയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആരാണ്? എഫ് ആണ്. സോ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഈസ് എഫ്. സോ ഇങ്ങനെ എല്ലാ കേസസും നമ്മൾ കണ്ടുപിടിക്കുക. ഏത് കേസ് നോക്കിയാലും നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു റിസൾട്ട് കിട്ടും. അന്നേരം ഞാനിത് ഏത് കേസ് എടുത്താലും, ഇപ്പം ഒരു എക്സാമ്പിളോട് വേണമെങ്കിൽ പറയാം. ഡി എഫിനകത്ത് ഞാൻ നോക്കാം. ഡി എഫിൽ എനിക്ക് ഏതൊക്കെ വരും? ഓക്കെ, എ വരും, ഡയറക്റ്റായിട്ട് ഇങ്ങനെയാണ് കണക്ഷൻ പോയേക്കുന്നത്. പിന്നെന്താണ്? സി വരുമോ? നോ, വരത്തില്ല. ഡിയിൽ നിന്ന് താഴോട്ട് കണക്ഷൻ വരും. ഇനി ബി വരും, എല്ലാം ഇങ്ങനെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ഇ വരില്ല. ഓക്കെ, എ ബി. നെക്സ്റ്റ് ഡി എഫിൽ അപ്പർ ബൗണ്ട് ഏതാണ്? ഡി ആണ്. ഡി എഫിൽ ഏറ്റവും മുകളിൽ. ഇതിനകത്ത് എ ബി ഡി, ഇതിനകത്ത് ലീസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബി ഓർ ഡി ചൂസ് ചെയ്യാം. നമ്മൾ ഇപ്പം കൺസിഡർ ചെയ്തിരിക്കുന്നത് ബി ആണ്, ഡി ആണ്. നമ്മൾ ഏതായിരുന്നു? ഡി എഫ് അല്ലായിരുന്നോ?
ഡി എഫ് ഇങ്ങനെ ഒരേ ലൈനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എലമെൻറ്റിനകത്ത് തന്നെ ഉള്ളതിനെ അങ്ങ് ചൂസ് ചെയ്യുക. സോ അന്നേരം ഇതിനകത്ത് ലീസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡി ആണ്. ഒരേ ലൈനിൽ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ചൂസ് ചെയ്യുക. സോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ബി ഓർ ഡി ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഇതിനകത്ത് ഓരോ എലമെൻസിനെ, അതായത് ഓരോ പെയറിൻ്റെയും എന്ത് കണ്ടുപിടിച്ചു? LUB കണ്ടുപിടിച്ചു. ഇനി അതുപോലെ തന്നെ ഓരോ പെയറിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം? GLB നമ്മൾ കണ്ടുപിടിക്കണം. ഞാനിവിടെ മുഴുവൻ തന്നിട്ടില്ല, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. കുറച്ച് തന്നിട്ടുണ്ട്, ബാക്കി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അതായത് എൻ്റെ GLB എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? AB എടുത്തെന്ന് വിചാരിക്കുക. എന്താണ്? AB എടുത്തു. AB എടുക്കുമ്പോൾ അതിൻ്റെ എന്താണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്? GLB ലോവർ ബൗണ്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. ABയിൽ എനിക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. സോ അതിൻ്റെ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് കുറേ പേര് കാണും. ABയുടെ ലോവർ ബൗണ്ട്സ് താഴോട്ട് കുറേ പേരുണ്ട്. അപ്പം നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന്. സി ഡയറക്റ്റായിട്ട് കണക്ഷൻ ഉണ്ടോ? പറ്റത്തില്ല, കാരണം ബിയിൽ നിന്ന് താഴോട്ട് കണക്ഷൻ വരുന്നത്. പിന്നെ ഇ എഴുതാൻ പറ്റും, ജി എഴുതാൻ പറ്റും, എഫ് എഴുതാൻ പറ്റും. ഓക്കെ, ഡി ഒന്നും എഴുതാൻ പറ്റില്ല. നെക്സ്റ്റ് ബിയിലെ ഏറ്റവും ലോവർ ബൗണ്ട് ഏതാണ്? ബി ആണ്. സോ ഇതിൽ ഏറ്റവും എന്താണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്? GLB കണ്ടുപിടിക്കേണ്ടത്. GLB എന്ന് പറയുമ്പോൾ ഏതാ? ഇതിനകത്ത് ഏറ്റവും മുകളിൽ വന്നേക്കുന്ന ആരാ? EGFB. ഇതിനകത്ത് ഏറ്റവും മുകളിൽ വന്നേക്കുന്നത് ബി ആണ്. സോ ആൻസർ ഈസ് ബി. അപ്പം Bൻ്റെ ആൻസർ എത്രയാണ്? ബി ആണ്. അതേപോലെ അപ്പം പിന്നെ BAൻ്റെ ആൻസറും എന്ത് തന്നെയായിരിക്കും? ബി തന്നെ ആയിരിക്കും. അത് കോമൺ ആയിട്ട് ചിന്തിക്കുക. AB ആൻഡ് BA സെയിം ആയിരിക്കും, കാരണം ഏത് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്, ഓർമ്മയുണ്ടോ? AB ആൻഡ് BA സെയിം ആയിരിക്കും. ഇത് ഏത് പ്രോപ്പർട്ടി ഉണ്ട്? നമ്മളുടെ കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ട്. A ഇൻ്റർസെക്ഷൻ B ഈസ് ഈക്വൽ ടു B ഇൻ്റർസെക്ഷൻ C. സോ AB ചെയ്താലും BA ചെയ്താലും സെയിം ആൻസർ ആയിരിക്കും വരുന്നത്. സോ അന്നേരം അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അന്നേരം ബാക്കി എന്ത് ചെയ്യുക? ഈ ഒരു ഫിഗർ കംപ്ലീറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇതിനെല്ലാത്തിനും 5 എന്നൊരു വാല്യൂ കിട്ടാതെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് ഈസ് എ ലാറ്റിസ്. അതായത് ഏത് നോക്കുമ്പോഴെങ്കിലും 5 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് നോട്ട് എ ലാറ്റിസ്. ഏത് നോക്കിയാലും നിങ്ങൾക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടെങ്കിൽ, റിസൾട്ട് ഇപ്പം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരുമായിരിക്കും, പക്ഷേ 5 വരരുത്. 5 വന്നു കഴിഞ്ഞാൽ അത് ലാറ്റിസ് ആയിരിക്കത്തില്ല, അല്ലാത്തതെല്ലാം ലാറ്റിസ് ആണ്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഹസി ഡയഗ്രം എന്ന് പറയുന്നത്. ലാറ്റിസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ഹസി ഡയഗ്രം ലാറ്റിസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്.